ഞാൻ ചട്ടി സീസണിങ് ചെയ്തുകൊണ്ടൊക്കെ ലാസ്റ്റ് സ്റ്റേജാണ്. ഇപ്പോൾ വെള്ളം ചൂടാക്കിയിട്ട് ഇനി ഇത് ഞാൻ മാറ്റി വെച്ചിട്ട് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് വെക്കും. കാരണം ഇത് ഏകദേശം സീസണിങ് കഴിഞ്ഞു. എൻ്റെ 2-3 ദിവസമായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, 1 വീക്കായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും മന്നൂസ് കിച്ചൺ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്നറിയോ, ചുമ്മാ ഒരു നൈറ്റ് റൊട്ടീൻ എടുക്കാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ്. ഇപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങിയതുണ്ട്, അതൊക്കെ എടുത്ത് വെക്കണം. ഫ്രൂട്ട്സ് എടുത്ത് വെക്കാനുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്കറിയാം എൻ്റെ നൈറ്റിലാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഒക്കെ എല്ലാം ഒന്ന് ചെറിയൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെ എടുത്തതാണ്. അപ്പോൾ എൻ്റെ ചട്ടി ഏകദേശം സീസണിങ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് സമയം ഈ വെള്ളം ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് ഞാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് വെക്കും ഞാൻ. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഓയിൽ ബ്രഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. പറ്റുന്നത് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് വെയിലത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുടിക്കേണ്ട ഏകദേശം വെള്ളവും ചൂടായി വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇതെന്താന്ന് വരികയെന്നുണ്ടോ, ഇത് രാത്രിയത്തെ മീൻകറിയാണ്. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കലില്ല മീൻകറി. ഞാൻ മീൻകറി ചട്ടിയിൽ തന്നെ ചൂടാക്കിയിട്ട് ഇങ്ങനെ വെക്കുക. പിന്നെ അതിൻ്റെ മേലെ ഒരു കത്തി വെച്ച് കൊടുക്കും. അതെന്തിനാന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ചെറുതിലെ അമ്മയും അമ്മമ്മയും ഒക്കെ ചെയ്യുന്ന കണ്ടിട്ട് അങ്ങനെ അതുപോലെ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് വെജിറ്റബിൾസും ഇതൊക്കെ എടുത്തു വെക്കാം. ആദ്യം തന്നെ എഗ്ഗ് ഞാൻ എടുത്ത് വെക്കട്ടെ ഫ്രിഡ്ജിൽ. ഞാൻ എഗ്ഗ് ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കാറ്. നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെയാണോ എഗ്ഗൊക്കെ വെക്കാറ്? വെജ് ബാസ്ക്കറ്റ് എടുക്കാം. വെജ് ബാസ്ക്കറ്റിൽ കുറച്ച് മുന്നേറ്റ പച്ചക്കറിയൊക്കെ ഉണ്ട്. അത് കരിവേപ്പില കേട്ടോ. തക്കാളിയൊക്കെ ബാക്കിയാണ്. 3-4 തക്കാളിയൊക്കെ അതിൻ്റെ അകത്ത് ഓൾറെഡി ഉള്ളതുണ്ട്. ഇതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വരാം. ഇതെൻ്റെ ചോട്ടൂസിൻ്റെ ഒരു പഴയ ട്രൗസറാണ്. അതാണ് ഞാൻ തുടക്കാൻ എടുക്കുന്നത്. ഇതിനകത്തുള്ള വേസ്റ്റൊക്കെ ഞാൻ കട്ടിയിട്ട്, എന്നാലും ആ ഒരു പൊടി ഞാനിപ്പോൾ തേങ്ങ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ഞാൻ എന്താ ചെയ്യാന്നറിയോ, മറ്റേ ഉരിച്ച് വെച്ച തേങ്ങ ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉരിച്ച് വെച്ച തേങ്ങ എന്നല്ല, നമുക്കിവിടെ തേങ്ങ കിട്ടില്ല കേട്ടോ. ഐ മീൻ തേങ്ങ ഒന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ തേങ്ങ വാങ്ങാറാണ്. നാട്ടിൽ പോയിട്ട് വരുന്നതാണെങ്കിൽ തേങ്ങ കൊണ്ടുവരും. അപ്പം അങ്ങനെ ഉരിച്ചിട്ടുള്ള തേങ്ങ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് എടുത്ത്, അതായത് വെജിറ്റബിൾ ബാസ്ക്കറ്റിൽ എടുത്ത് വെക്കുക. നമ്മൾ ഈ സീസണിങ് കഴിഞ്ഞ് ഇത് ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ കൂടെ തന്നെ വെള്ളവും നമ്മൾ ചൂടായിട്ടുണ്ട്. ഞാൻ കുടത്തിൽ കേട്ടോ, അപ്പോൾ കെറ്റിലും ആക്കലുണ്ട്. കുടത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കി വെക്കും കേട്ടോ. വെജ് ബാസ്ക്കറ്റിലാണ് ഞാൻ തേങ്ങ വെക്കാറ് കേട്ടോ. അതാകുമ്പോൾ കുറച്ച് ലോങ് ലാസ്റ്റ് ആയിട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് എന്നെ നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ നടുക്കൊരു ലെയർ അടിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കറിവേപ്പില സൈഡാക്കാം. മല്ലിച്ചപ്പും ഉണ്ട് പ്രാവശ്യം വാങ്ങിയത്. ഇവിടെ കരിവേപ്പില പച്ചക്കറി വാങ്ങുമ്പം കരിവേപ്പില ഉണ്ടെങ്കിൽ അവർ കരിവേപ്പില ഫ്രീ ആയിട്ട് തരും കേട്ടോ. ചില ടൈം സൂപ്പർ മാർക്കറ്റിലല്ല കരിവേപ്പില പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ടി വരത്തുള്ളൂ. ഇത് പഴുത്തതാണ്. ഇവിടെ സൈഡിലോട്ട് എൻ്റെ ഫ്രൂട്ട് ബാസ്ക്കറ്റ് ആണ് മേലെ ഉള്ളത്. നമുക്ക് വെക്കുന്ന സ്ഥലം വേറെയുണ്ട്. അപ്പം ഞാൻ പറയുന്നതെല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ നടുക്ക് നല്ല ചൂടെടുക്കുന്ന കേട്ടോ. ഇപ്പോൾ ഒരു മഴയൊക്കെ പാറിയിട്ട് പോയി, പക്ഷേ നല്ല ചൂട് തന്നെയാണ് ഉള്ളത്. ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ഫ്രിഡ്ജിൽ വെക്കലില്ല, പുറത്ത് തന്നെ വെക്കൽ. എൻ്റെ വെജി ബാസ്ക്കറ്റ് നിങ്ങൾ അന്നേരം ഞാൻ empty tour കാണിച്ചിട്ടില്ലേ കിച്ചണിൻ്റെ, അന്നേരം ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഓർമ്മയുണ്ടോ എന്നറിയില്ല.
കിച്ചൺ ടൂർ ചെയ്യണമെന്നുണ്ട്, ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. ബട്ട് ഇന്നും അത് ആയില്ല. എപ്പോഴും അവിടെ ഇവിടെ എല്ലാം പാത്രങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് ചെയ്യാമെന്നൊരു പ്ലാനിലായിരുന്നു ഞാൻ ഉണ്ടായത്. ഇപ്പം അത് നടക്കാമെന്നൊന്നും അറിയില്ല. ഞാൻ വേറെ വേറെ ബോക്സിൽ വെക്കലുണ്ടായിരുന്നു. ഇപ്പം എല്ലാം കൂടി ഒരുമിച്ച് വെക്കുന്നത് കാരണം സമയം ലേറ്റായി, 9:30 കഴിഞ്ഞു, കിടക്കേണ്ട ടൈം കഴിഞ്ഞു. 9:30 10 ആകുമ്പോൾ കിടക്കാറുണ്ട്. ഉറങ്ങുന്ന ലേറ്റാവും, ബട്ട് കിടക്കുന്ന ടൈം കറക്റ്റ്. ഈ കവേഴ്സ് ഞാൻ എടുത്തു നോക്കും. ഇവർ കറിയൊക്കെ കൊണ്ടുപോകുമ്പം അത് ലീക്കാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ കവറിലാണ് ഞാൻ ഇത് കൊടുക്കാറ്. ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കരിവേപ്പില കവറിൽ വെക്കണോ അതോ വെള്ളത്തിലിട്ട് വെക്കണോ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. കരിവേപ്പില കവറിലിട്ട് വെക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. തൽക്കാലം ഞാൻ കവറിലിട്ടാണ് വെച്ചിട്ടുള്ളത്. നാളെ നമുക്കെല്ലാം മാറ്റാം. നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്നാലും കാണുന്നുണ്ട് എന്ന് എൻ്റെ ഒരു വിശ്വാസത്തിൽ ഞാൻ സംസാരിച്ചു പോവുകയാണ്. ഐ ഹോപ്പ് കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾ ക്യാമറയിലും മര്യാദക്കാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. ഞാൻ കപ്പിൻ്റെ സൈസ് മാറ്റി കേട്ടോ. ആ വലിയ കപ്പിന് പകരം ഇപ്പം ചെറിയ കപ്പാക്കി. ഞാൻ ഒന്ന് കൈ കഴുകിയിട്ട് വരാം. വെജിറ്റബിൾസ് ഒക്കെ എടുത്തല്ലേ. കപ്പിൻ്റെ സൈസ് മാറ്റിയത് വേറെ ഒന്നുമല്ല കേട്ടോ. ഒരു 11 o'clock ആകുമ്പോൾ ഒരു ഓംലേറ്റ് കഴിക്കും. അതൊരു ഹെൽത്തി ഓംലേറ്റ് ആണ്. മെഷർമെൻറ്റ് സ്പൂണൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം കൂടി ഹെവി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാണുന്നുണ്ടോ എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഇവിടെ വെക്കാം, ഇവിടെ എന്തായാലും കാണാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇന്ന് ഫ്രൂട്ട്സ് ആണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഓട്സിൻ്റെ കൂടെ ഓട്സ് ഈ കവറിൽ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8:30 9 മുന്നേ തന്നെ കഴിക്കും. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഒരു 11:30 ആകുമ്പോൾ ഞാനൊരു ഓംലേറ്റ് കഴിക്കും. അതൊരു ഹെൽത്തി ഓംലേറ്റ് ആണ്. അപ്പോൾ ആ ഓംലേറ്റിൻ്റെ റെസിപ്പി വേണ്ടിക്ക് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകല്ലേ. ചിയ സീഡ്സ് ഇത്രയും എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം ചിയ സീഡ്സ് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. പിന്നെ ഹെൽത്തി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതൊന്നും മാത്രം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഹണി. ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ടില്ല. ഫ്രൂട്ട്സ് ആഡ് ചെയ്യാൻ ബാക്കിയുണ്ട്. ഞാനിന്ന് ഫ്രൂട്ട്സിൻ്റെ ആക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സും ഹണി ഞാൻ 2 ടീസ്പൂൺ അളവില്ല കേട്ടോ ആഡ് ചെയ്യുന്നത്. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. ഹണി ആഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഹണി ഫുള്ളി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. പുറത്തൊക്കെ ആയിരുന്നു ഫ്രിഡ്ജ് കേട്ടണ്ടേ. ചെറിയ 2 നേന്ത്രപ്പഴം മുഴുവനായിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. കത്തി എവിടെ? വെളുത്തിട്ടില്ലേ? നേന്ത്രപ്പഴം നമ്മളെ പറ്റിച്ചു.
ഇത് ഫുള്ളായിട്ട് പഴുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒരു നേന്ത്രപ്പഴം 50-50 ആയിട്ടാട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും ആഡ് ചെയ്യാം കേട്ടോ. ഈ ആപ്പിളും ബനാനയും അല്ലാണ്ട് ബാക്കിയുള്ള എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ 2 ഫ്രൂട്ട്സ് മാത്രം ആഡ് ചെയ്തിട്ട് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഞാൻ ആപ്പിളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയ കഷ്ണം എടുക്കുന്നുള്ളൂ. ഇനി കുറച്ച് ആൽമണ്ടും കൂടി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ആൽമണ്ട് മതി കേട്ടോ. അതായത് നമ്മൾ ബദാം ഒരു 3-4 എണ്ണം കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഇന്നത്തെ ഇതിൽ ഞാൻ ഡേറ്റ്സ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം എന്താണെന്ന് മനസ്സിലായില്ലേ? അതെ, ഡാർക്ക് ചോക്ലേറ്റ്. അതും പൊടിച്ചിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചൂടാക്കി തണിഞ്ഞ പാല് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്യാൻ മറന്നു പോകില്ലേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ഞാൻ എങ്ങനെയാണ് ചട്ടി സീസണിങ് ചെയ്യുന്നതെന്ന് അറിയണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകണ്ട. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നൊരു വീഡിയോ എടുക്കാം. എൻ്റെ ചട്ടികളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങൾക്ക് ടേസ്റ്റ് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പം ഇനി നമുക്കിത് മൂടിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഏരിയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇനി നമുക്ക് കിടക്കാനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ ഇന്നത്തെ നൈറ്റ് റൂട്ടീൻ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് സിമ്പിളായിട്ടുള്ളൊരു നൈറ്റ് റൂട്ടീൻ എന്നൊന്നും പറയാൻ പറ്റില്ല. നൈറ്റ് അറേഞ്ചിങ്, ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയറിങ്, അങ്ങനെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നവരെ ബൈ ബൈ.